നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മളെ ഡോക്ടർ കണ്ണൻ ഡോക്ടറെ അടുത്താണ്. അന്നേരം കണ്ണൻ ഡോക്ടറുടെ ഫാമിലാണ് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത്. ഡോക്ടറെ നമസ്കാരമുണ്ട്. ഒരുപാട് വെറൈറ്റി പഴവർഗ്ഗത്തൈകള്, മാവ്, പ്ലാവ്, ഒരുപാട് കളക്ഷൻ കുറെ പ്ലാന്റുകൾ നമ്മളും ഉണ്ട്. അന്നേരം ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ കളക്ഷൻ ഉള്ള സാറിന്റെ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത്. സാറേ കൂടുതലുണ്ട്, 100 കൂടുതൽ പഴവർഗ്ഗത്തൈകള് ഡ്രമ്മിലും തറയിലും ഒക്കെ ആയിട്ട് വെച്ചേക്കുന്ന ഇതുണ്ട്. ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഒരാളെ നമുക്ക് പരിചയപ്പെടുത്തി തരാം. ബായോ ബ്രസീലിയൻ മൾബറി. ബ്രസീലിലെ മൾബറി സൈസ് ഉണ്ടോ? നീളം ആണ് ഇതിന്റെ ഏറ്റവും വലുത്. ഇന്നലെ ഇതിന്റെ അകത്ത് വീണാണ് ഞാൻ ഇതാണ് അതിന്റെ കറക്റ്റ് കളർ. ഇതാണ്ടേ ബ്രസീലിയൻ മൾബറി ഒറിജിനൽ സാധനം. ഇത് ഒറിജിനലാണ്. ഒത്തിരിയും തപ്പി നടന്ന് ഈ ഒറിജിനൽ കിട്ടാൻ വേണ്ടി. എല്ലായിടത്തും ബ്രസീലിയൻ മൾബറി ഉണ്ട്. പക്ഷെ ഈ ഒറിജിനൽ കിട്ടുക എന്ന് പറയുന്നതാണ് ഇതിന്റെ അകത്ത് ഇത്. അതെ, കണ്ടല്ലോ അതിന്റെ സൈസ് കണ്ടല്ലോ. കഴുകിയിട്ട് കഴിക്കണം. നല്ല ഇന്നലെ ഞാൻ ഇത് നിർത്തിയിരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. റെഡ് പാൾമർ, അമേരിക്കൻ റെഡ് പാൾമർ കാഴ്ച നിൽക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇതുവരെ കാഴ്ചട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ്ട് റെഡ് കളറായി വരുന്നുണ്ട്. നേരി ഒരു റെഡ് കളറായി വരുന്നുണ്ട്. ഫുൾ ഇത് എനിക്ക് റെഡ് കളർ ആവുന്നതാണ്. റെഡ് പാൾമർ എന്നാണ് അതിന്റെ പേരല്ലേ? റെഡ് പാൾമർ എന്ന് പറഞ്ഞ വെറൈറ്റി. ഏതൊക്കെ വെറൈറ്റിയാ സാറേ? ഇപ്പൊ ഒരുപാട് കാഴ്ചക്കല്ലേ? ഒരുപാട് എണ്ണം ഉണ്ട്. സന്തോഷല്ലേ? രാവിലെ എഴുന്നേറ്റ് വന്ന് ഇതിന്റെ മൂട്ടി നിന്ന് ഇതിന് ഇച്ചിരി വളവ് കൊടുക്കുമ്പോൾ സന്തോഷം വേറെ ഏതെങ്കിലും ഒന്നിനും കിട്ടത്തില്ല. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാനൊരു സർജനാ. സോ ഞാൻ കിംസിലാണ് വർക്ക് ചെയ്യുന്നത്, മാക്സിലോഫേഷ്യൽ സർജനാ. സോ അതിൻ്റെ അകത്ത് കുറെ ടെൻഷൻസ് ഉണ്ട്, ക്ലിനിക്സും ഒക്കെ ആയിട്ടുള്ള ടെൻഷൻസ് ഉണ്ട്. സോ എന്നും രാവിലെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എൻ്റെ മാമനത്. സോ മാമനാണ് ഇതെല്ലാം നോക്കുന്നത്. സോ അറിയാം, ഞാൻ രാവിലെ വന്ന് വിളിക്കും. എൻ്റെ ആശുപത്രിയിലോട്ട് പോകുന്ന വഴിയാണിത്. ഇതെൻ്റെ ഒരു സ്ഥലമാണ്. അന്നേരം രാവിലെ വന്ന് വിളിക്കുമ്പോൾ അന്നേരം തന്നെ മാമൻ വന്ന് തുറന്നു തരും. ഞാനിവിടെ ഇന്ന് ഇതിനായിട്ടെല്ലാം സംസാരവും എല്ലാം കഴിഞ്ഞിട്ടേ അങ്ങോട്ട് പോകത്തുള്ളൂ. ഇതിനെല്ലാത്തിനും ജീവനുണ്ട്. അതെ, ഇതിനെല്ലാത്തിനും ജീവനുണ്ട്. മാത്രമല്ല ഇത് വേറൊരു പണിയില്ല. അത് സത്യമാണ്. സാറേ, ഒരു ഞായറാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ സാർ ഈ ഫാമിലല്ലാതെ കറങ്ങാൻ പോവാ? രാവിലെ ഇവിടെ വരും. പിന്നെ കുറെ നേരം ഇവിടെ നിന്നിട്ട് വൈകിട്ടാകുമ്പോഴേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ഫാമിലി ആയിട്ട് നിൽക്കത്തുള്ളൂ. അതെ. ഇവിടെയും എന്റെ അപ്പുറത്തും എന്റെ വീട്ടിലും ഉണ്ട് കുറെ ഫാം. കുറെ ഐറ്റം ഉണ്ട്, കുറെ ഫ്രൂട്ട് ഐറ്റം ഉണ്ട്. ചക്കരക്കുട്ടി മാവ് കണ്ടിട്ടില്ല എന്ന് പറയരുത്. ഇതാണ് ചക്കരക്കുട്ടി മാങ്ങ. മുന്തിരിയുടെ കോല പോലെ കാണാൻ തന്നെ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന പേരയാണ്. നിറച്ചു പറഞ്ഞത് സാറേ. ഇതേത് വെറൈറ്റി മാവായിരുന്നു? ഇത് R2E2 മാംഗോ ആണ്. R2E2ന്റെ വലിയ മരം. എല്ലാം ഡ്രമ്മിലും ഒക്കെയാണ് അല്ലേ? ഇത് മാത്രം തറയിൽ നിർത്തിയേക്കുന്നത്. ബാക്കി ഫുള്ള് ഡ്രമ്മിലാണ്. സാർ ഇപ്പം വെച്ച് പൂത്ത് നിൽക്കുന്നതാണ്. ഇതെല്ലാം ഡ്രമ്മിലാണ്. ഡ്രമ്മിലും വലിയ ചട്ടിയിലും ഒക്കെ ആയിട്ട് ഞാവൽപ്പഴമാണ്. ഞാവൽപ്പഴം നിറച്ച് പൂത്ത് നിൽക്കുന്നതാണ്. അതിനെ പാണ്ട് ഇനി അടുത്ത ഇങ്ങോട്ട് വരാം. ഒരുപാട് വെറൈറ്റി പഴവർഗ്ഗത്തൈകളാണ്. ഇതെല്ലാം വലിയ ഡ്രമ്മുകളിലാണ് ഇവിടെ വെച്ചേക്കുന്നത്. ദാണ്ടെ കായ്ച്ച കെണി വെച്ചിട്ട് കായ്ച്ച പിടിച്ചേക്കുന്നതാണ്. ദാണ്ടെ ഇത്രത്തോളം കായ്ച്ചകളാണ്. അതുപോലെ ഏതോ ഒരു കിളി ഇതിനകത്ത് കൂട് വെക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. മരമില്ലയോ? അന്നേരം അതേപോലെ തന്നെ ദാണ്ടെ പേരയ്ക്ക, മുന്തിരി പേരയ്ക്ക, ഓറഞ്ച്, അതേപോലെ ദാണ്ടെ വയലറ്റ് പേരയ്ക്ക, ബ്ലാക്ക് പേരയ്ക്ക. ഇത് വയലറ്റ് പേരയുടെ വലിയ ഡ്രമ്മിലുള്ള പ്ലാന്റ് ആണ്. ദാണ്ടെ വയലറ്റ് പേരയാണ്. വയലറ്റ് പേര കായടിച്ച് കിടക്കുന്നത്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അബിയു പഴത്തിൻ്റെ തൈകൾ ദാണ്ടെ കായായി നിൽക്കുന്ന. അതേപോലെ ഇതെല്ലാം മറ്റേ മുന്തിരിപ്പേരയാണ്, നിറച്ച് കാഴ്ചയെടുക്കുന്ന മുന്തിരിപ്പേര. അതേപോലെ ഇതെല്ലാം ഓരോ തരം മാവുകൾ. ഇതെല്ലാം പേരയ്ക്ക് കവർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുപോലെ ഒരുപാട് തരം പഴം. നാസിക് ബസന്ത് മാവ് ഇതുണ്ടാ. ദാണ്ടെ നാസിക് ബസന്ത് മാങ്ങ. അതേപോലെ കുറച്ച് നാൾ മുമ്പ് നമ്മളതിനകത്തൊരു കമൻറ്റ് വന്നായിരുന്നു. നാസിക് ബസന്ത് കായ്ക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ക്ലൈമറ്റിൽ കായ്ക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിരുന്നു. ദാണ്ടെ മാങ്ങ കാണിച്ചു തന്നിട്ട് പറയുക. ദാണ്ടെ നാസിക് ബസന്താണേ. ദാണ്ടെ നമ്മൾ നാസിക് ബസന്ത് മാവ് മാങ്ങ കായ്ച്ചു കിടക്കുന്നത് കാണിച്ചു തന്നെയാണ്. അങ്ങനെ ഒരുപാട് പേർക്കുള്ള സംശയം മാറാൻ വേണ്ടിയിട്ടാണ്. അതാണ്ട് ഇതെല്ലാം നാസിക് ബസന്ത് കായ്ച്ചു കിടക്കുന്നതാണ്. നല്ല സൂപ്പർ മാങ്ങയാണ് നാസിക് ബസന്ത്. അതെ, അത് നമ്മളിപ്പോൾ വീണ്ടും തിരിച്ച് കവർ ചെയ്യുവാണ്.
ഇതാണ്ടേ നാസിക് പസന്തായിരുന്നേ, അത് മനസ്സിലാക്കി. ഇത് കലപ്പാടിയുടെ പോലത്തെ തന്നെ ഇലയാണ്, ഏകദേശം ചെറിയ സിമിലർ ആണ്, പക്ഷെ മാങ്ങയ്ക്ക് വ്യത്യാസമുണ്ട്. മാങ്ങയ്ക്ക് കുറച്ചും കൂടെ നീളം കൂടുതലായിരിക്കും. അതിന് നാസിക് പസന്ത് കായ്ക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നമ്മൾ കൊട്ടുകൂണം മാവും ഒക്കെ ഉണ്ട്. അതിന് താണ്ട് ഇതേപോലെ മാവുകൾ താണ്ട് ഇതേപോലെ കവർ ചെയ്ത് വെച്ചേക്കോട്ടെ. ഇതെല്ലാം ഇതിൻ്റെ മാവുകളാണ്. അതിന് താണ്ട് ഈ ഭാഗം നോക്കി, നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള മാങ്ങയാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഈ സൈഡൊന്ന് കഴിക്കാം. ഒരു രക്ഷയില്ല. ഇതൊരു ഒരു ഇതെന്ന് പറയുന്നതിന് പകരം നമ്മുടെ വെള്ളത്തിൻ്റെ അകത്ത് ഇതൊന്ന് 2-3 എടുത്തിട്ടിട്ട് പഞ്ചസാര ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റ്. എനർജറ്റിക് ഡ്രിങ്കുവാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ഒരു ഫ്ലേവറാണ് ഇതിന്. അത് മെയിനായിട്ട് ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് പിടിച്ചു കിടക്കുന്നത്. നിറച്ച് കാഴ്ച കിടക്കുക, നിറച്ച് കാഴ്ച കിടക്കുക അല്ലേ സാറേ? ഒരു രക്ഷയാണെങ്കിൽ ഇങ്ങനെ കൊല പോലെ പിടിച്ചു കിടക്കും. ആഹാ, ദാണ്ട നല്ല അടിപൊളി വെറൈറ്റി മാവുകള് നമുക്ക് ഇതേപോലെ ഡ്രമ്മുകളിൽ ദാണ്ട നമ്മളെ നമ്മളിപ്പോൾ ഇരിക്കുക, എന്നിട്ട് ഒരു തലയെ മുട്ടുന്ന രീതിയിൽ നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ പറിക്കാനായിട്ട് നമുക്ക് ഡ്രമ്മുകളിൽ വെച്ച് വളർത്താനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല സൂര്യപ്രകാശമുള്ള ഭാഗത്ത് ദാണ്ട് വെച്ച് ഇപ്പം ഇത് നാംഡോക്മായി വെറൈറ്റി മാവാണ്. നാംഡോക്മായി മാവ് ദാണ്ട് 4 മാങ്ങ കായ്ച്ച് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒട്ടിച്ച് വെച്ചേക്കുന്നതൊന്നുമല്ല. ഞാൻ അടുത്തോട്ട് എത്ര പ്ലാന്റ് ആണ് സാർ ഇവിടെ? എബോവ് 40 പ്ലാന്റ് എബോവ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഴപ്പവും ഇല്ലാതെ ഈ എബോവ് 40 പ്ലാന്റ്, അതായത് 40 മുകളിലുള്ള പ്ലാന്റ് ഒരു കുഴപ്പമില്ലാതെ അതിനകത്ത് വാഴ അടക്കം, തെങ്ങും അടക്കമുണ്ട്. തെങ്ങും വാഴയും പ്ലാവും അടക്കം പ്ലാവ് ഉണ്ട്. കണ്ടില്ല, ഇത് അവിടെ എല്ലാം വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. അന്നേരം ഇത്രയും കാര്യങ്ങള്. ഇതൊരു ഇതുണ്ട് കേട്ടോ, ഇതൊരു ഗ്രൂമിച്ചാമ. ഇതൊരു ഗ്രൂമിച്ചാമയല്ലേ? ചെടിയില് 2 തരത്തിലുള്ള പഴം, നിപ്പിളും റൗണ്ടും. അതിൽ നിന്ന് തന്നെയാണല്ലോ നമ്മൾ പറിച്ചത്. ഒറ്റ പ്ലാന്റ്, ഒറ്റ മൂടേ ഉള്ളേ. ഒറ്റ മൂടില് 2 തരത്തിലുള്ള കായ്ക്കും ഇങ്ങനെ. ഇത് ഒരു വെറൈറ്റി സാധനം കേട്ടോ. ഇതിന്റെ അകത്ത് ഒരെണ്ണത്തിന് എനിക്ക് 600 ഗ്രാം വരെ കിട്ടിയ ഫ്രൂട്ട് ഉണ്ട്. 600 ഗ്രാം വരെ വെയിറ്റ് ഉള്ള ഒരു ഫ്രൂട്ട്. മമ്മൂട്ടിയുടെ മകൾ ബർത്ത്ഡേ സമ്മാനത്തിന് കൊടുത്ത ഫ്രൂട്ട് ഇതാണ്. അർസാബോയി അല്ല, ഇതാണ് സമ്മാനമായിട്ട് കൊടുത്തതാണ് ഫ്രൂട്ട്. ആ ഫ്രൂട്ടിൽ ഉണ്ടാക്കിയ കേക്കാണ് പുള്ളിക്കാരി അന്ന് കൊടുത്തത്, സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത്. മൊത്തം കേട്ടോ, മേൽഭാഗം മുതൽ ഇങ്ങനെ കറങ്ങി ഇവിടം വരെ ഫുള്ള് പഴങ്ങളിതാ. ഇത് പഴുത്തതാ ചന്ദ്രകാരൻ മാവ് കണ്ടോ. ഇത് എന്റെ പുരയിടോ. ഞാൻ ഇങ്ങനെയാണ് മാവ് പ്ലാവും ഒക്കെ വെച്ചേക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും ഒരെണ്ണം പോലും ഉണങ്ങി നിൽപ്പുണ്ടോ എന്നൊന്ന് നോക്കിയാൽ. അതെ, നോക്കി ആളുകൾ പറയും 10 അടി ഗ്യാപ്പ് വേണം, 20 അടി ഗ്യാപ്പ് വേണം, 30 അടി ഗ്യാപ്പ്. ചന്ദ്രകാരൻ ഇത് R2E2. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയാമോ, ഇത് അടുത്ത് വരുമ്പോഴത്തേക്ക് ഇവര് തമ്മിൽ ഒരു മത്സരം ഉണ്ടാവും. വളരെ അന്നേരം ഞാൻ ആദ്യമേ കയറിയാലേ എനിക്ക് വെയിൽ കിട്ടത്തുള്ളൂ. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ഗോവ. അതെ, ബ്ലാക്ക് ഫോറസ്റ്റ് ഗോവ. ഇത് നമ്മുടെ ഇതാണ് അടുത്ത അബിയു. ഇതൊരു വെറൈറ്റിയാ, അടുത്തൊരു വെറൈറ്റി അബിയു. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഇതൊന്ന് പിടിച്ചോ. ഇത് ഒരെണ്ണം ഇതിന്റെ അകത്ത് വെച്ചതാണേ. അല്ല, ഞാൻ കാണിച്ചു കൊടുക്കാം. ഇത് നിപ്പിളാ. ഇത് നിപ്പിള്. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അല്ല, ഇത് രണ്ടും ഒരു ഇതിലുമായിട്ടുള്ള പേരുകളും ഒക്കെ ഇതേപോലെ നമുക്ക് കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ കീടങ്ങളെ കാണിക്കാതെ നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ കവറെങ്കിലും ഇട്ട് ചെറുതായിട്ടൊന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ കീടങ്ങളെ ഒന്നും കാണിക്കാതെ നമുക്ക് പഴമായിട്ട് പറിച്ച് കഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഒറ്റ ചെടിയിലാണ്, ഒറ്റ ചെടിയിൽ 2 തരത്തിലുള്ള പഴം, നിപ്പിളും റൗണ്ടും. അതിൽ നിന്ന് തന്നെയാണല്ലോ നമ്മൾ പറിച്ചത്. ഒറ്റ പ്ലാന്റ്, ഒറ്റ മൂടേ ഉള്ളേ. ഒറ്റ മൂടില് 2 തരത്തിലുള്ള കായ്ക്കും ഇങ്ങനെ. ഇത് ഒരു വെറൈറ്റി സാധനം കേട്ടോ. ഇതിന്റെ സുഹൃത്തുക്കളെ, നമ്മളിപ്പം ഒരു ഫാമില് ഒരു വലിയ മാവും അതേപോലെ തന്നെ ഒരു ശീമനെല്ലിയും കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുക. അന്നേരം അവിടെ കുറെ പ്ലാന്റുകൾ നമ്മുടെ അടുത്തേക്ക് ഇരിപ്പുണ്ട്. അന്നേരം ആ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അന്നേരം കൂടിങ്ങി അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ നിന്നോ. അടിപൊളി. ഒരെണ്ണത്തിന് എനിക്ക് 600 ഗ്രാം വരെ കിട്ടിയ ഫ്രൂട്ട് ഉണ്ട്. 600 ഗ്രാം വരെ വെയിറ്റ് ഉള്ള ഒരു ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ തന്നെ കിട്ടിയത് 2 തരത്തിലുള്ള
അത് മിൽക്ക് ഫ്രൂട്ട്. ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുന്നത്. ഇതിന്റെ അത് മൊത്തം കഴിക്കും. ആ, മിൽക്ക് ഫ്രൂട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുന്നത്. നമ്മൾ അവിടെ കണ്ട സ്റ്റാർ ഫ്രൂട്ടിന്റെ വേറൊരു വെറൈറ്റി. കാരണം ഇല കണ്ടാൽ തന്നെ മനസ്സിലാവും വ്യത്യാസം. ഇത് കൊല കുത്തി കായ്ക്കും. കൊല കുത്തി കായ്ക്കുന്ന സ്റ്റാർ ഫ്രൂട്ട്. ഇതാണ്ട് നോക്കി, നിറച്ച് പഴം, ഒരു രക്ഷയില്ല. നല്ല അടിപൊളിയായിട്ട് കായ്ച്ച് മറിഞ്ഞു കിടക്കും. അതാ കൊല ഞാനിത് പ്രൂൺ ചെയ്ത് നിർത്തുന്നതായപ്പോഴും ഇതിൻ്റെ അകത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം ഫ്രൂട്ടുകളുടെ ലോകം. മൊത്തം കായട്ടോ. മേൽഭാഗം മുതൽ ഇങ്ങനെ കറങ്ങി ഇവിടം വരെ ഫുള്ള് പഴങ്ങളിതാ. ഇത് പഴുത്തതാ, പക്ഷെ പഴുത്ത് തുടങ്ങിയില്ല. അതായത് ഒരു കൊലയിൽ തന്നെ നല്ല സൈസ് ഉണ്ട്. ഇത് സൈസ് വരുന്നതാ. സൈസ് വരുന്ന വെറൈറ്റി, ഹൈബ്രിഡ് വെറൈറ്റി. ഇത് വെറൈറ്റി. ഇത് വരിക്ക, വലിയ ഗുണമില്ല, ഗുണമില്ലാത്ത വരിക്ക. അതായിരിക്കുന്നു. ഇത് മാമേ സപ്പോട്ട. ഇതിനകത്ത് 3-4 വെറൈറ്റി ഉണ്ടല്ലേ. പാൻറ്റീൻ അല്ലേ, പാൻറ്റീൻ വെറൈറ്റി, സപ്പോട്ട, അതേപോലെ തന്നെ മാഗ്ന വെറൈറ്റി ഒക്കെ ഉണ്ട്. അരസാബോയ്. ഈ അരസാബോയ് ഒന്നും വലിയ വെയിൽ വേണ്ടാത്ത കാര്യമാണ്. എന്താണ്ട് ഫുള്ള് ഫ്ലവർ ആയി കിടക്കുവാണ്. ഏറ്റവും താഴെ ഫ്രൂട്ടും ഉണ്ട്. ഏറ്റവും താഴെ അരസാബോയ് ആണ്. അരസാബോയ് ഇതാണ് എന്റെ ഫ്രൂട്ടായി കിടക്കുന്നുണ്ട്. ഇത് എന്റെ ആദ്യത്തെ ഡയമണ്ട് റിബൺ ലോങ് കാഴ്ച. ഒത്തിരി തോന്നും. ഡയമണ്ട് നിറച്ച് കഴിച്ച ഒരു സാധനം. ഇതിന്റെ കുരു എങ്ങനെയുണ്ട്? ഭയങ്കര വലുതാ, വലിയ കുരു, വളരെ ഭയങ്കര ഇതായിരുന്നു. ഇത് നമ്മുടെ അമേരിക്കൻ സോസൂപ്പ് അല്ലല്ല, സോസൂപ്പ് അല്ല, കസ്റ്റർഡ് ഇവിടെ ആത്ത ഫാമിലി റോളീനിയ, അമേരിക്കൻ വെറൈറ്റി. അമേരിക്കൻ റോളീനിയ. ഫുള്ള് ഫ്ലവറായി കിടക്കുവാണേ, ഫുള്ള് ഫ്ലവറായിട്ട് കിടക്കുന്നു. അതേപോലെ തന്നെ ഇത് ഒരു റെയിൻ ഫോറസ്റ്റ് പ്ലം. അടുത്ത ഞാൻ ആദ്യത്തെ റെയിൻ ഫോറസ്റ്റ് പ്ലം എന്റെ വീട്ടില് ഞാൻ ആദ്യം വെച്ച റെയിൻ ഫോറസ്റ്റ് പ്ലം. നല്ല ടേസ്റ്റാണ്. ഇതാണ് സൺഡ്രോപ്പ് കേട്ടോ. എല്ലാവർക്കും അരസാബോയും സൺഡ്രോപ്പും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല. ഇല കണ്ട് മനസ്സിലാക്കാം. ഇതാണ് മമ്മൂട്ടിയുടെ മകൾ ബർത്ത്ഡേ സമ്മാനത്തിന് കൊടുത്ത ഫ്രൂട്ട്. ഇതാണ് അരസാബോയി അല്ല, ഇതാണ് സമ്മാനമായിട്ട് കൊടുത്തതാണ് ഫ്രൂട്ട്. ആ ഫ്രൂട്ടിൽ ഉണ്ടാക്കിയ കേക്കാണ് പുള്ളിക്കാരി അന്ന് കൊടുത്തത്, സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത്. അതെ. ഇത് ഫിംഗർ ലെമൺ. മണം. പിന്നെ ഇത് മൊത്തം കായ്ക്കുന്നത് ഒരു കുഞ്ഞു കുറ്റിച്ചെടി പോലെ വളരുന്നത്. ഇത്ര വർഷം മുമ്പ്. ഇത് ഫിംഗർ ലെമൺ, ഇത് കാഫർ ലെമൺ. ഇത് വിദേശികള് ഇത് സലാഡിൽ യൂസ് ചെയ്യും. ഇത് ഭയങ്കര ഈ മെഡിസിനൽ വാല്യൂ ആണ് എന്നൊക്കെയാ പറയുന്നത്. കഫീർ ലെമൺ. ഇത് എന്റെ വലിയ മിൽക്ക് ഫ്രൂട്ട്. അവിടുത്തെ തന്നെ മിൽക്ക് ഫ്രൂട്ട് ഒരു 10-20 കിലോ ഫ്രൂട്ട് എല്ലാ തവണയും കിട്ടാറുണ്ട് ഈ മരങ്ങളിൽ മരത്തിന്. അന്നേരം നിങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ അല്ലെ? ഗോവ, ജാപ്പനീസ് റെഡ് ഗോവ. അത് കാഴ്ചയ്ക്കോ. ഇനി ഒരു മാവ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് പാകിസ്ഥാന്റെ ചൗസ. പാകിസ്ഥാൻ ചൗസ. ഫ്ലവർ ആയി കിടപ്പുണ്ട്. ഫ്ലവർ മാത്രമല്ല, ഫ്രൂട്ടും ഉണ്ട്. ഇതാണ് പാകിസ്ഥാൻ ചൗസ മാങ്ങ. അതെ, മാങ്ങയുണ്ട് കേട്ടോ. ഇത് ഫ്രൂട്ട് ഉണ്ട്, ഞാൻ കാണിച്ചു. അതെ, മാങ്ങയുണ്ട്. ചൗസ അതായത് ലോക ശ്രദ്ധ നേടിയ മാങ്ങയുള്ളതിൽ ഒന്നാണ് ചൗസ. പക്ഷെ ഇതിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പുഴു വരുന്നുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ. 2 ഈ ചണ്ടിൽ തന്നെ കണ്ടില്ലേ, ഇത് വരണം ഇതാവും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് കാരണം അല്ലെങ്കിൽ മറ്റേതിന് ദോഷം വരും. അതെ. അന്നേരം ചൗസ മാങ്ങ കാണാനായിട്ട് പറ്റിയല്ലോ. ഇതാണ് ചൗസ മാങ്ങ. സിന്ദ്രി ചൗസ ഇതൊക്കെ ഭയങ്കര ഫേമസ് ആണെന്നാണ്. ഭയങ്കര മധുരം. ഇതിന്റെ നടുവശം റെഡും സൈഡിലേക്ക് വരുമ്പോ വെള്ള കളറും. കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഇവിടെ അവിടെ പഴുത്തായിരുന്നു, അത് പഴുത്തിട്ടില്ല. ഇതെല്ലാം മാങ്ങ പിടിച്ച് വെക്കുന്ന കേട്ടോ. നടുവശം വരുമ്പോഴത്തേക്ക് റെഡ്, പെരിഫറിയിലേക്ക് വരുമ്പോ മഞ്ഞ കളർ വരും. ഇതൊരു മാംഗോസീൻ മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടായി പോയ ഒരു മാംഗോസീന. പക്ഷെ വീണ്ടും സർവൈവ് ചെയ്ത് വരുന്നുണ്ട്. പൊട്ടിക്കളിച്ച് വരുന്നുണ്ട്. തേക്ക് ഉണ്ടായിരുന്നു. തേക്ക് റോഡിന് മുടക്കമായത് കാരണം ഞാൻ മുറിച്ച് അവിടെ ഇട്ടേക്കുക. സോ
അതിന്റെ തണലിലായിരുന്നു ഇത് നിന്നിരുന്നത്. ഇപ്പം വെയിലായപ്പോഴത്തേക്കും മാംഗോസ്റ്റീൻ ഇച്ചിരി തണല് ഭാഗത്താണ് വെക്കേണ്ടത്. വേണ്ടത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് പ്ലാവൊക്കെ അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. പ്ലാവ് ഇതാണ്. അന്നേരം ഇത്രയും അടുപ്പിച്ച് വെക്കുന്നതിനെ കുറിച്ച് ഇനി നിങ്ങൾക്ക് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനകത്ത് കമന്റ് രൂപേണ അറിയിച്ചു ഇല്ലേ? ഇതൊരു ഇതിൽ കൂടുതൽ തെളിവ് തരാനില്ല. അമേരിക്കൻ അബിയുവ. ഇതിന്റെ ഇല നോക്കിയാൽ മനസ്സിലാവും, വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, എത്ര പ്ലാന്റ് 6 സെന്റിൽ എത്ര പ്ലാന്റ് ആണ് സാർ ഇവിടെ? എബോവ് 40 പ്ലാന്റ് എബോവ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഴപ്പവും ഇല്ലാതെ ഈ എബോവ് 40 പ്ലാന്റ്, അതായത് 40 മുകളിലുള്ള പ്ലാന്റ് ഒരു കുഴപ്പമില്ലാതെ അതിനകത്ത് വാഴ അടക്കം, തെങ്ങും അടക്കമുണ്ട്. തെങ്ങും വാഴയും പ്ലാവും അടക്കം പ്ലാവ് ഉണ്ട്. കണ്ടില്ല, ഇത് അവിടെ എല്ലാം വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. അന്നേരം ഇത്രയും കാര്യങ്ങള്. ഇതൊരു ഇതുണ്ട് കേട്ടോ, ഇതൊരു ഗ്രൂമിച്ചാമ. ഇതൊരു ഗ്രൂമിച്ചാമയല്ലേ? കൊല കുത്തി വിടുന്നത്, കൊല കുത്തി. അതെ, ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് പറ. ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനം ഇത് ഇവിടെ. അതെ, പോണേ, ഒരു രക്ഷയില്ല. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം മാത്രമല്ല, ഒരു ഫ്ലേവർ, മണം. ഇവിടെ കണ്ടോ, ഇതിന്റെ ഇലയുടെ വലിപ്പം കണ്ടോ? ഇതാണ് ആഫ്രിക്കൻ വെറൈറ്റി. ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ഇതേപോലെ വലിയ ഡ്രമ്മുകളിൽ മരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിൽക്കുവോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ആളുകൾ. ഇതിൽ കൂടുതൽ തെളിവുകളുണ്ടല്ലോ അല്ലേ? നല്ല സുന്ദരമായ വലിയ ഡ്രമ്മിനകത്ത് ഇപ്പൊ നിർത്തിയേക്കുന്ന വലിയ മരങ്ങളാട്ടോ. ഇത് സ്ഥലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അന്നേരം ഇത് എല്ലാം വലിയ പ്ലാന്റുകൾ, വലിയ മരങ്ങൾ സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. അതിനകത്ത് പല വെറൈറ്റി മാവുകൾ, രാംഡോഗ് മായി മുതൽ പല വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റുകൾ ഇപ്പൊ ഇതിനകത്ത് നിൽക്കുന്നത് അല്ലേ? അതിനകത്ത് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള എന്തൊക്കെയായിരുന്ന സെറാർ ബേച്ചറി ഇരിപ്പുണ്ട്, റംബുട്ടാൻ ഇരിപ്പുണ്ട്, മാംഗോസ്റ്റീൻ ഇരിപ്പുണ്ടാണ്, മാംഗോസ്റ്റീൻ ഇരിപ്പുണ്ട്, അതേപോലെ തന്നെ പുളിഞ്ചിക്ക ഇരിപ്പുണ്ട്. പല തരത്തിലുള്ള മാവുകൾ, വലിയ മരങ്ങൾ ഇതേപോലെ ഡ്രമ്മുകളിൽ നമുക്ക് വീട്ടിൽ വളർത്താനായിട്ട് പറ്റും. സ്ഥലപരിമിതി ഉള്ളവർക്ക് വെക്കാൻ ഏറ്റവും നല്ല ഇനങ്ങൾ നോക്കി സെലക്ട് ചെയ്ത് വെക്കുക. അതാണ് അതിനകത്ത് വരുന്ന ഏറ്റവും പ്രയോജനപ്പെടുന്നതിന്. പിന്നെ കറക്റ്റായിട്ട് വളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കടലപ്പിണ്ണാക്ക്, വേപ്പിണ്ണാക്ക്, ചാണക മിശ്രിതമൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. വെറൈറ്റി പ്ലാന്റുകളുണ്ട്. ഈ കാണുന്ന എല്ലാം വലിയ മരങ്ങളാണ്. നല്ല കിടിലം മാവ്, അതേപോലെ തന്നെ റംബുട്ടാന്, അതേപോലെ തന്നെ മാംഗോസ്റ്റീൻ പഴം കുറച്ചുണ്ട്, അതേപോലെ കോട്ടുകോണം മാവ്, അതേപോലെ കുറേ വെറൈറ്റി പ്ലാന്റുകളുണ്ട്. അന്നേരം ഇതെല്ലാം വെറൈറ്റി പ്ലാന്റുകളാണ്. ഇത് ഡ്രമ്മിലുള്ള വലിയ മരങ്ങൾ, ശീമപ്ലാവിൻ്റെ വലുതൊരെണ്ണം. അതേപോലെ തന്നെ ഈ പ്ലാന്റാണ് നമ്മളിപ്പം കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പോകുന്നത്. ശീമനെല്ലി, വലിയ ഡ്രമ്മില് വലിയ ഒരു ശീമനെല്ലി പ്ലാന്റ് ആണ്. ഇതേപോലെ വലിയ ഡ്രമ്മില് വലിയ ശീമനെല്ലിയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. നമ്മളൊരു സ്പെഷ്യൽ കളക്ഷനിലുണ്ടായിരുന്ന വലിയൊരു പ്ലാന്റ് ആണ്. അന്നേരം അത് ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വലിയ 10 അടി പൊക്കമുള്ള ശീമനെല്ലി. കാ പിടിച്ച പ്ലാന്റ് ആയിരുന്നു. ഈ ഇരിക്കുന്ന എല്ലാം ഡ്രമ്മിലുള്ള വലിയ മരങ്ങളാണ്. അതിന് നാംഡോഗ് മായി മാവിന്റെ ഡ്രമ്മിലുള്ള പ്ലാന്റ്, അതേപോലെ തന്നെ ലൗലോലിക്ക, അതേപോലെ തന്നെ പുളിഞ്ചിക്ക, ആനപ്പുളിഞ്ചിക്ക, അതേപോലെ തന്നെ അമ്പഴം, അതേപോലെ തന്നെ അബിയു പഴത്തിന്റെ വലിയ ഡ്രമ്മിലുള്ള പ്ലാന്റ്. അങ്ങനെയുള്ള പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത്. ഇതിനകത്താണ് നമ്മളിപ്പോൾ കളക്ട് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഒരു വലിയ മാവ്, അതേപോലെ തന്നെ ഡ്രമ്മിലുള്ള ഈ ഒരു പ്ലാന്റും കൂടെ അതിനകത്ത് തന്നെ നമ്മൾ കയറ്റി ഞാൻ കൊണ്ടുപോകാം. ഡ്രമ്മോട് കൂടിയിട്ടാണ് ഇപ്പോൾ പ്ലാന്റ് നിൽക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. വരും. അനിയന്റെ മക്കളും ഫ്രണ്ട്സിന്റെ മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ സെഡാർ ബേച്ചറി കാണുവാണെന്നുണ്ടെങ്കിൽ അവന്മാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ കഴിക്കും. ഒരു ടേസ്റ്റ് ഇല്ലാത്ത, വലിയൊരു ടേസ്റ്റ് ഇല്ലാത്ത പഴമാണ്, പക്ഷെ ഒരു ചെറിയ മധുരവും അത്രേ ഉള്ളൂ, ഒരു ചെറിയ പുളിപ്പും ഒക്കെ ആയിട്ടുള്ള അത്രേ ഉള്ളൂ. ഇത് അണ്ണൻ രക്ഷിച്ചെടുത്ത റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇതൊരു വെറൈറ്റിയാണ്. ഇത് അന്ന് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഒരു തവണ ഇത് കായ്ച്ചിരുന്നു. കായ്ച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കിലോയിൽ മോളി എനിക്ക് പഴം തന്നത് ഇതിൻ്റെ അകത്ത്. അന്ന് ഇതിന്റെ ടേസ്റ്റ് കണ്ടിട്ട് പലരും പറഞ്ഞിരുന്നു ഇതിന്റെ തൈ എവിടുന്ന മേടിച്ചെന്നുള്ളത് ചോദിച്ചു. അത് പെട്ടെന്ന് ഒരു ദിവസം കരിഞ്ഞു പോയി. ഫുൾ ഇല അങ്ങ് കരിഞ്ഞു. ഇതിന്റെ ഒരു അത്രയും പൊക്കം ഉണ്ടായിരുന്നല്ലേ അണ്ണ. അന്നേരം അണ്ണൻ വന്ന് ഞാൻ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണം. കാരണം എനിക്ക് റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു. കാരണം വേറെ എനിക്ക് 4-5 റെയിൻ ഫോറസ്റ്റ് പ്ലം ഇവിടെ ഉണ്ട്, പക്ഷെ അതിലൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു നല്ല വെറൈറ്റി റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ്. ഏറ്റവും നല്ല ഇഷ്ടപ്പെടുന്ന ഈ സാധനം ഇതാണ്. അന്നേരം അന്ന് ഇത് അണ്ണൻ ഇവിടെ വെച്ചാണ് മുറിച്ചത്.
മുറിച്ചിട്ട് അണ്ണൻ്റെതായിട്ടുള്ള എന്തൊക്കെയോ പേസ്റ്റുകൾ ഇതിന്റെ അകത്ത് പുരട്ടി തന്നു. പക്ഷെ അതിന്റെ അകത്തുനിന്ന് ഷൂട്ട് ചെയ്തതാണ് ഇത് മൊത്തം ഫുള്ള്. എല്ലാ കമ്പും ആ ഏരിയയിൽ നിന്ന് മാത്രം ഷൂട്ട് ചെയ്തേക്കുന്നത്. അതെ അതെ അതെ. പക്ഷെ അത് വളരെ വലിയ സന്തോഷം. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇത് കായ്ച്ചു. അണ്ണൻ ഇത് 2 വർഷമായി ഇത് വന്ന് ചെയ്തിട്ട്. ഇത് ഈ വർഷം ഇപ്പം ഇതെല്ലാം മൊത്തം പൂത്ത് കായ്ച്ചു. ഇനിയിപ്പോ അടുത്ത പൂക്കും. ഇപ്പം ഇത് അരശാബോയ്. ഇതെനിക്ക് എപ്പോഴും പഴം തരുന്നൊരു ഇതാണ്. ഇപ്പൊ ഇല്ല. നമ്മളെ സ്വീറ്റ് ലൂബി എവിടെ ഇരിക്കുന്നത്? ആ, നമ്മൾ ഇവിടുത്തെ സ്വീറ്റ് ലൂബി ഇവിടെ ഉണ്ടെന്ന് കാണാം. ഇതാണ്ടേ, ഇതെപ്പോഴും പഴം തരുന്ന ഒരു സാധനം. എപ്പോഴും പഴം തരുന്ന ഒരു സാധനമാണ്. ചുമ്മാതെ വന്ന് പറിച്ച് തിന്നാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം രുചിയുണ്ടല്ലോ. സൂപ്പർ ടേസ്റ്റ്. അടിപൊളി. ലൂബിയുടെ കൂട്ടത്തിലെ ഒരു സൂപ്പർ ടേസ്റ്റ് ഉള്ള ലൂബിയ. ഇത് ഒരു ഗ്രൂമി ചാമയാണ് കേട്ടോ. ഇത് ഞാൻ ഈ സൈഡിലോട്ട് വെച്ചേക്കുന്ന എല്ലാം ഒരു വാട്ടം കണ്ടത് കാരണം സൈഡിലോട്ട് വെച്ചേക്കുന്നത്, കാരണം വെയിൽ കിട്ടാതാക്കാനേ. ഇതൊരു ഗ്രൂമി ചാമയാണ്. ഇതൊരു അമേരിക്കൻ വെറൈറ്റി എന്നാണ് അന്ന് പറഞ്ഞത്. എനിക്ക് മേടിച്ചോണ്ട് പോരുന്നത് പുള്ളിയുടെ എന്റെ കാറി വെച്ച് എന്നെ ഇങ്ങനെ പോരുന്നത്. ഇത് പുലോസൻ കായ്ച്ചതാ. ഇത് കാമോ കാമോ. ഇത് അതിന്റെ പുറകേക്കുന്ന അത് മറ്റേ ചെറി പോലത്തെ ഉള്ളൊരു കുഞ്ഞു ഫ്രൂട്ടാ. പക്ഷെ അത് നല്ല മധുരമാ. ഇത് സ്വീറ്റ് മറ്റേ ചെറി എന്നാ പറഞ്ഞത്, നമ്മുടെ ബേക്കറി ചെറി, സ്വീറ്റ് ബേക്കറി ചെറി. പക്ഷെ ഇത് പൂത്തിട്ടുണ്ട്. ഇപ്പൊ ആദ്യമായിട്ടാ പൂത്തത് കേട്ടോ. ഞാൻ ഇപ്പോഴാ കണ്ടത്. ഇത് കണ്ടിട്ടില്ലായിരുന്നു, ഇപ്പൊ കാണാൻ പറ്റി. ഇത് ഐസ്ക്രീം പേര. ഇതൊരു സംഭവമാണ് കേട്ടോ, ഐസ്ക്രീം പേര. ഇത് ഈ പേരയ്ക്ക ഇങ്ങനെ ബലൂൺ പോലാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെ കയ്യിലെടുത്തിട്ട് സ്കൂപ്പ് ചെയ്ത് കഴിക്കാം. ഇറ്റ്സ് ലൈക്ക് പേര് പോലെ തന്നെ ഐസ്ക്രീം രീതിയിലാണ് അത് സ്കൂപ്പ് ചെയ്താണ് കഴിക്കുന്നത്. അതെ. ഇത് മറ്റേ കൃഷ്ണഗിരി പേര ബാംഗ്ലൂർ കൃഷ്ണഗിരി പേര. നമ്മുടെ അൽഫോൺസയുടെ നാട്ടിൽ നിന്ന്, അൽഫോൺസിന്റെ നാട്ടിൽ നിന്ന്. ഇത് ബാലിച്ചാമ്പ. ഇത് എന്റെ ചെറിയൊരു ചെറിയായിരുന്നു. ഇതിന്റെ വലിയ ചെറിയ അപ്പുറത്ത് എപ്പുണ്ട്. ഇത് നമ്മുടെ നാരകം, നമ്മുടെ ഒടിച്ചുകുത്തി നാരകം. മുന്തിരിപ്പേര. ഇതാണ് മുന്തിരിപ്പേര. മണം ഒരു രക്ഷയില്ലാത്തൊരു മണം. ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യം, എല്ലാ വീട്ടിലും വെക്കണം. ഇത് ഒരു തൂര ഏതാണ്ട് ഇതിപ്പോ കണ്ടില്ല. ഇതെല്ലാം മെച്ചുറായ ഒരു പേരയ്ക്കയാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ പുതിയ ഫ്ലവർ വരുന്നുണ്ട്. ഇത് ഫ്ലവറായി ഫ്രൂട്ടായി മാറുന്ന സമയത്ത് ഇത് അടുത്ത ഫ്രൂട്ട് ആവും. അത് കഴിയുമ്പോ അടുത്തത് ഇത് ഫ്രൂട്ടായി തുടങ്ങുന്ന സാധനം. ഇത് ഫുൾ ടൈമാണ്. എല്ലാ ദിവസവും എനിക്ക് ഇവിടെ വരുന്ന സമയത്ത് 3-4 എണ്ണം പറിച്ച് കഴിക്കാൻ കിട്ടും. അടിപൊളി. കാരണം ഇതൊരു ടേസ്റ്റ്. എന്നാ മനസ്സ് നിറയും. കാണാൻ തന്നെ ഒരു ഫീലാണ് സാധനം. അതേപോലെ നമ്മുടെ ബ്ലാക്ക് പേര. അയ്യോ, ഇത് വയലറ്റ് അല്ല, ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് ഗോവ. ഇത് പഴുത്തിട്ടില്ല, എന്നാലും നമുക്ക് ഒരെണ്ണം അടത്താം. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഇതിന്റെ എല്ലാത്തിന്റെയും മുറിച്ചിട്ട് നോക്കണമല്ലോ. അതെ. ബ്ലാക്ക് ഇതിന്റെ വയലറ്റ് അല്ല, ബ്ലാക്ക് പേര. വയലറ്റ് ഞാൻ കാണിച്ചു തരാം. വേറെ ഉണ്ട്. എല്ലാം ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് നമുക്ക് ഇത് കാണുമ്പോ 10-100 പേര് ചെയ്യണം. ഇത് മാൻഡ്രൈൻ ഓറഞ്ച്. ഇത് എല്ലാരും പറയുന്നത് നമ്മുടെ നാട്ടിൽ കായ്ക്കത്തില്ല. കുഞ്ഞ് ചെടി മേടിച്ചത് ഭയങ്കര വിലയായിരുന്നു. ബട്ട് ഇത് അന്നത്തെ സമയത്ത് അത്രയും വില ഉണ്ടായിരുന്നു. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ഇത് അത്രയും നല്ല വിലയുണ്ടായിരുന്നു. മാൻഡ്രൈൻ ഓറഞ്ച് എന്ന് പറയും. ഇതിൻ്റെ അകത്ത് വരുന്ന സമയത്ത് തന്നെ ഒരു 4-5 കായ പഴുത്ത് കിടപ്പുണ്ടായിരുന്നു. എനിക്കത് ഉറപ്പായിരുന്നു ഇത് മാൻഡ്രൈൻ ആണെന്നുള്ളത്. സോ ഇത് ഇവിടെ വന്നതിന് ശേഷം ഫ്രൂട്ട് ആയതാ ഇതെല്ലാം. ഒരെണ്ണം പോലും അല്ലേ, ഇത് മൊത്തം ഈ ഇവിടെ വന്നതിന് ശേഷം പുതിയ ഫ്രൂട്ട് വന്നതാ. എല്ലാരും പറയുന്നത് ഇത് കായ്ക്കത്തില്ലെന്ന്. പക്ഷെ എൻ്റെ അകത്ത് കായ്ച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ വലിയ അങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും വലിയ രീതിയിൽ ചെയ്യാറില്ല. ഇത് വിയറ്റ്നാം മുസംബി. ഇതാണ്ട് ഇവിടെ എല്ലാം ഉണ്ട്. ഇതെല്ലാം കായ്ച്ചെടുക്കട്ടെ. വിയറ്റ്നാം മുസംബി ഇതൊരു നല്ല ഇതാണ്. ഇത് പച്ചയിൽ തന്നെ മധുരമാണ് യഥാർത്ഥത്തിൽ. ഇതാ മറ്റേ ബ്ലാക്ക് ഗോവ എന്ന് പറയുന്നത്. മറ്റേ
ഫോറസ്റ്റ് ഗോവ. ഫോറസ്റ്റ് ഗോവ, ബ്ലാക്ക് ഫോറസ്റ്റ് ഗോവ എന്ന് പറയും. കായ്ച്ചായിരുന്നോ? ഇതിന്റെ വലിയ പ്ലാന്റ് അപ്പുറത്തുണ്ട്, അത് കായ്ച്ചു, ഇത് കായ്ച്ചിട്ടില്ല. ഓക്കെ. ഇതൊരു പുതിയ ഇനം കിട്ടിയതാ, ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. ഇത് പാകിസ്ഥാന്റെ ആണ്, പാകിസ്ഥാൻ വെറൈറ്റി ആണ്. പക്ഷെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സെറ്റ് ചെയ്ത് ഇപ്പൊ എന്തായാലും പുതിയ ഷൂട്ട് വന്നിട്ടുണ്ട്. ഐ എം ഹാപ്പി. ഇത് മറ്റേ ഓക്കെ, ചക്കരക്കുട്ടി മാങ്ങയാണ്. വൈറ്റ് ലോങ്ങൻ. അതേപോലെ ഇത് അച്ചാച്ചെറു. ഇത് കായ്ച്ചായിരുന്നു. ഇവിടെ കായ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് മെയിൻ ആയിട്ട് സെപ്റ്റംബറിൽ നമ്മുടെ ഈ മാംഗോസ്റ്റിന്റെ ഒരു വെറൈറ്റി, ഒരു ഫാമിലി മാംഗോസ്റ്റിൻ വെറൈറ്റി ഫാമിലികളാണ്. അച്ചാച്ചെറു. ഇത് പർപ്പിൾ മട്ടോവ. എൻ്റെ കയ്യില് ഒരു പർപ്പിൾ മട്ടോവ ഡ്രമ്മിലുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അത് കരിഞ്ഞു പോയി. അത് ഇതായി ഫ്രൂട്ടഡ് ആയതായിരുന്നു. ഇത് മനോരഞ്ജിതം എന്ന് പറയുന്ന ഒരു പ്ലാന്റാ. നാട്ടുമാവാ. പക്ഷെ ഇതിന്റെ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നീലന്റെ അതേ ടേസ്റ്റാ. നമ്മളെ നീലൻ മാങ്ങയുടെ സെയിം ടേസ്റ്റാ. കൽക്കണ്ടം പോലെ ഇരിക്കും. മനോരഞ്ജിതം. ഇത് ഹിമാപസന്ത്. അത് നാസി പസന്ത്, ഇത് ഹിമാപസന്ത്. നാസി പസന്ത് അവിടെ കാണിച്ചത് നമ്മള് ഇതിന്റെ അകത്തിരിക്കുന്നു, മാങ്ങ പിടിച്ച് തിന്നത്. അങ്ങനെ ഒരുപാട്, ഏകദേശം 10 അമേരിക്കൻ റെഡ് പാൾമർ. ഇത് റാഷ് ഗാർഡന്റെ ഇതാണ്, കാഴ്ച നിൽക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇതുവരെ കാഴ്ചട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ്ട് റെഡ് കളറായി വരുന്നുണ്ട്. നേരി ഒരു റെഡ് കളറായി വരുന്നുണ്ട്. ഫുൾ ഇത് എനിക്ക് റെഡ് കളർ ആവുന്നതാണ്. റെഡ് പാൾമർ എന്നാണ് അതിന്റെ പേരല്ലേ? റെഡ് പാൾമർ. റെഡ് പാൾമർ എന്ന് പറഞ്ഞ വെറൈറ്റി മാവാണ്. അതും എനിക്ക് ഇതുവരെ ആദ്യമായിട്ടാണ് ഇത് കാഴ്ചവെക്കുന്നത്. അതെ. ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. ഇത് എവിടുന്ന് ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു മാങ്ങയോ. ഇപ്രാവശ്യം കഴിക്കാം. അത് കളറായോ? ഇത് കളർ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതായിരുന്നു, പക്ഷെ അത് കളറായെന്ന് തോന്നുന്നു. ഇത് ഓൾമോസ്റ്റ് കളറായി വരുന്നു. അതേതാ? ഇത് തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു റെഡായി വരുന്നുണ്ട് കേട്ടോ. റെഡ് കളറായി വരുന്നുണ്ട്. അതിന്റെ കളർ പച്ചയെന്ന് മാറി വെള്ള പോലെ വന്ന റെഡ് ആവുക തോന്നുന്നു. ചിലപ്പോ നമ്മളെ ക്ലൈമാറ്റിക് സിറ്റുവേഷനെ കൊണ്ടാവാം. ആയിരിക്കും. അതും താണ്ടെ ചട്ടിയിലാണേ. അതെന്നെ താണ്ടെ ഇസ്രയേലിനല്ലേ ഇത് ഫിഗ്? അല്ല, അത് പൂനെ ഫിഗ്. ഇത് വേറെ വ്യത്യാസമുണ്ട്. ഇല രണ്ടും രണ്ട് രീതിയിൽ. ഇത് രണ്ടെണ്ണോ? രണ്ട് വെറൈറ്റി അല്ലേ? പൂനെയും ഇത് മറ്റേ ഇത് എന്തായിരുന്നു, ബ്ലാക്ക് മിഷനറി ആണോ? അല്ല, പൂനെയും വേറെണ്ണുണ്ടല്ലോ യെല്ലോ കളർ. ഇത് യെല്ലോയും ഇത് റെഡും, രണ്ട് തരം അത്തിയാണ്. യെല്ലോ കളർ അത്തിയും ഇത് റെഡ് കളർ അത്തി. ഇതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു റെഡ് ആയിട്ടുണ്ട്. ഏതോ ഒരെണ്ണം റെഡ് ആയെന്ന് തോന്നുകയായിരുന്നു എനിക്ക്. റെഡ് പാൾമർ റെഡ് ആയി വരുന്നുണ്ട്. അത് റെഡ് പാൾമർ എന്ന് പറഞ്ഞ വെറൈറ്റി മാവാണ്. അത് കഴിച്ചിട്ട് അതിന്റെ റിവ്യൂ ചെയ്യാം. എന്റെ മൾട്ടി ലോങ്ങൻ, അതായത് ഇത് വൈറ്റ് ആണ്. ഇങ്ങോട്ട് പോകുന്നത് മറ്റേ റെഡ് മറ്റേ ഡയമണ്ട് റിവർ. ഇവിടെ ഇതാണ്ട് ഇത് നമ്മുടെ പിങ് പോങ്. ഇല കാണുമ്പോഴത്തേക്ക് അറിയാം. ഇത് കാഴ്ച നിൽക്കുകയാണ്. കണ്ടേ? അതാണ്ട് സാധനം താണ്ട് കാഴ്ചയിപ്പുണ്ട്. ഇതിന്റെ ഒരു വൈറ്റ് ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഫ്ലഷ് ആണ്. സോ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഫ്ലഷ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത മധുരമാണ്. ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് ഇതിൻ്റെ കുരുവാണ് എനിക്ക് കാണിച്ചു തരേണ്ടത്. വൈറ്റ് ലോങ്ങൻ എല്ലാവരും വീട്ടിൽ വെക്കേണ്ട ഒരു പ്ലാന്റ് ആണിത്. ഇത്രയും ഫ്ലഷ് വരും. ചെറിയൊരു കുഞ്ഞൊരു കുരുവായിരിക്കും. മറ്റുള്ളതിനെ കുരു വലുതാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണേ. ഇതിന് ഇത്രയും വലിയ പഴം വരെ ഉണ്ടാവും. വലിയ സൈസ്, അതായത് ഏകദേശം ഒരു നെല്ലിക്ക സൈസ് എന്തായാലും അതിന് കിട്ടുന്നുണ്ട് കേട്ടോ. അതിന്റെ നെല്ലിക്കയുടെ സൈസ് വരുന്നുണ്ട്. അടിപൊളി പഴം കേട്ടോ.
ഇത് വൈറ്റ് ലോങ്ങൻ എപ്പോഴും ഇവിടെ സുലഭമാണ്. എല്ലാ ദിവസവും ഞാൻ വന്ന് ഇതെല്ലാം തിന്നു തീർത്തിട്ടാ വന്നത്. നമ്മുടെ ഇതാണ് അബിയു പുൽസോ. അബിയുവിന്റെ വെറൈറ്റികളിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഇതുവരെ കായ്ക്കാത്ത ഒരു വെറൈറ്റിയാണ്. പയറ്റിക്കൊണ്ടിരിക്കുവാണ്, കായ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുക. അബിയു പുൽസോനെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് അബിയു ടേസ്റ്റില് ഏറ്റവും ഇത് ഹൈബ്രിഡ് വെറൈറ്റി അബിയുവിന്റെ മെയിനായിട്ട് ഇത് ഹൈബ്രിഡ് വെറൈറ്റി. ആൻഡ് പ്ലാന്റ് ഭയങ്കര കോസ്റ്റ്ലിയർ ആയിരുന്നു ഇവിടെ വന്നപ്പം ഇതിന്റെ ഒരു ഇത്രയും പോകുന്നത്, അതായത് എനിക്ക് ഇത്രയും പോകുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇത്. അതെ, ഈ കനവേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിവിടെ വന്നപ്പം ഇത്രയും പൊക്കമില്ലായിരുന്നു, ഇവിടെ വരെ ഉള്ളായിരുന്നു. എനിക്ക് അന്നത്തെ കാലത്ത് 10,000 റുപ്പീസായി ഈ ചെറിയൊരു പ്ലാന്റിന് 10,000 റുപ്പീസായി. പക്ഷെ ഇത് അന്ന് പുള്ളി പറഞ്ഞത് കായ്ക്കുമെന്നൊക്കെ ആയിരുന്നു. നമ്മുടെ പ്രശാന്ത് ഏട്ടന്റെ അടുത്തുനിന്ന് എടുത്തത്. ഇത് നമ്മുടെ ഒരു ലോങ്ങനാണ്. പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല. ഇത് നമ്മുടെ ഹോം ഗ്രൗണ്ട് ലോങ്ങനാ. ഹോം ഗ്രൗണ്ട് ലോങ്ങന. ഇതിന്റെ തടി കണ്ടാൽ മനസ്സിലാവും എത്ര പ്രായമുണ്ട്. അതെ, ഇതുവരെ കായ്ച്ചിട്ടില്ല. ഏകദേശം ഒരു 10 കൊല്ലം. ഇത് അർക്കാക്കിരൺ പേര. കുടുംബമുണ്ട പേരൊക്കെ ഉണ്ടോ? പേരൊക്കെ എവിടെ? ഇതെല്ലാം പലതരം പഴവർഗ്ഗതകൾ കേട്ടോ. ഓരോന്നും ഏകദേശം 100ഓളം. നാസി പസന്ത് മാങ്ങ ഇവിടെ കായ്ക്കത്തില്ല എന്ന് പറഞ്ഞങ്ങ് വിമർശനം ഒരുപാട് ഏറ്റോണ്ടിരിക്കുന്ന ഒരു മാവാണ് നാസിക് ബസന്ത്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി. ഞെട്ടിൽ നിന്ന് ഒരു പാർട്ട് വന്നതിന് ശേഷം മാത്രമേ പഴം വരുന്നു. ഞെട്ടിൽ നിന്നും സ്വല്പം കൂടെ വന്നതിന് ശേഷം മാത്രമേ പഴം വരത്തുള്ളൂ. ആ പഴത്തിന് നല്ല ഡിമാൻഡും. ടേസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റ്. നാംഡോക്മൈ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റേറ്റിംഗ് ഇതിന് കൊടുക്കാം. കാരണം ഒരു തരി നാരില്ല. അല്ലേ? അതിന്റെ ഉണ്ടോ? പഴുത്തതുണ്ടോ? ഇനി വാ, ഇതാണ്ട പഴുത്ത് കിടക്കുന്നു. പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ. പഴുത്ത് കിടപ്പുണ്ട്, പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. 2 ദിവസം വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വേണം കഴിക്കാനാണ്. 2 ദിവസം വീട്ടിൽ കൊണ്ട് വെച്ചാൽ കഴിച്ചിട്ട് അണ്ണൻ തന്നെ റിവ്യൂ ഇടണം. അത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ ഇനം മാറിപ്പോയതാ, ഓർമ്മയുണ്ടോ? ഇനം മാറിപ്പോയി വന്ന സാധനമാണ്. എന്നാൽ എനിക്കത് മുതലായി. എനിക്കതെന്നും ഇനം മാറിപ്പോയത്. ഇതെല്ലാം ഇത് വൈറ്റ് ലോങ്ങനായിരുന്നു. പക്ഷെ ഇതുവരെ ഇത് ഫുൾ കായായിരുന്നു. മൊത്തം കായായിരുന്നു. ഫുൾ നിറഞ്ഞ് കായായിരുന്നു. ഇത് ചെമ്പടാക്ക്. വാഴ അത് വെരിഗേറ്റഡ് വാഴ. ഞാനിപ്പം തൈ ഇട്ടത്, ഇനി അതെടുത്ത് മാറ്റണം. ഇതാണ്ട വെരിഗേറ്റഡ് വാഴ. തൈ ഇട്ടത് അത് കണ്ണ് കിട്ടിയതാ. ആ കണ്ണ് ഞാൻ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് വെച്ചേക്കോ. ഞാൻ മാറ്റി തരണം. ഓക്കെ. പ്രത്യേകതയുണ്ട്. വേണ്ട, നോക്ക്. റെഡ് വെരിഗേറ്റഡ് വാഴ. അടുത്ത മാങ്ങ വേണ്ടേ? അടിപൊളി മാങ്ങ കേട്ടോ. കഴിച്ചു നോക്കണം. എണ്ണം കഴിക്കും. നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളില് ഇത് നാംഡോക്മൈ മാത്രമേ ഉള്ളൂ. ഇതൊരു റെയിൻ ഫോറസ്റ്റ് പമ്മ. അത് റെയിൻ ഫോറസ്റ്റ്. അത് ഫുൾ ഫ്ലവർ ചെയ്തെടുക്കും കേട്ടോ. ഫുള്ള് ഫ്ലവർ ചെയ്തെടുക്കുക. ഇതാണ് അടിപൊളിയായിട്ട് പൂത്ത് കിടക്കും. നോക്കി, മൊത്തം പൂത്ത് കിടക്കുക. ഫുള്ള് ഫ്ലവർ ചെയ്തെടുക്കുക. നിറഞ്ഞിരിക്കുക ഇവിടെ മൊത്തം. ഫുള്ള് നിറഞ്ഞിരിക്കുക. ഇതൊരു നാംഡോക്മൈ ഞാൻ മേടിച്ചു വെച്ചേക്കുക. എനിക്ക് ഈ നഴ്സറികളിൽ ചെല്ലുന്ന സമയത്ത് മിക്കവാറുള്ള നഴ്സറികളിലെല്ലാം ഞാൻ ഇറങ്ങി കാണാറുണ്ട്, ഏതെങ്കിലും ഒക്കെ സ്ഥലത്തൊക്കെ പോകുമ്പോ. സോ അവിടെ ചെല്ലുമ്പോ നല്ലൊരു ബുഷി പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ അന്നേരം ഞാൻ അത് കാശ് കൊടുത്ത് അവിടെ മേടിച്ചേക്ക് വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ എന്തെങ്കിലും വെക്കും, അല്ലെങ്കിൽ എടുത്തോണ്ട് വരാൻ സാഹചര്യം ഇല്ലെങ്കിൽ അവിടെ എടുത്ത് വെച്ചേക്കും. ഞാൻ പറയും സമയമാകുമ്പോ ഞാൻ എടുത്തോളാം. ശരി സാർ, ഓക്കെ. നീ അപ്പുറത്ത് നമുക്ക്